അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ജനകീയ സമിതിക്ക് രൂപം നൽകി. യുവതലമുറയിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ചപ്പാത്തിലെ പൊതുജനങ്ങൾ കൈകോർത്ത് ജനകീയ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സ്നേഹമാണ് ലഹരി, നാടിന്റെ നന്മയ്ക്കായി നമുക്ക് ഒരുമിക്കാം എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് ചപ്പാത്തിൽ ജനകീയ സമിതിക്ക് രൂപം നൽകിയത്. വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, മതപുരോഹിതർ, പ്രദേശവാസികൾ, പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ജനകീയ സമിതിയുടെ ഭാഗമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട യുവതലമുറയെ രക്ഷിക്കുക, വരാനിരിക്കുന്ന തലമുറയ്ക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 22-ന് വൈകിട്ട് 4-ന് ലഹരി ബോധവൽക്കരണ ജാഥയും ചപ്പാത്ത് ടൗണിൽ പൊതുസമ്മേളനവും ഫ്ലാഷ് മോബും സംഘടിപ്പിക്കും. സമ്മേളനത്തിൽ വിദഗ്ധർ ക്ലാസ് നയിക്കുമെന്ന് ചെയർമാൻ ഫാദർ സുരേഷ് ആന്റണി പറഞ്ഞു. നമ്മുടെ നാട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരുടെ സ്വന്തം ജീവിതവും അതുപോലെ തന്നെ നാടിൻ്റെ ഭാവിയും ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ചപ്പാത്ത് പ്രദേശത്ത് ചപ്പാത്ത് ജനകീയ സമിതി എന്നുള്ള പേരിൽ ഇവിടെയുള്ള പൊതുപ്രവർത്തകരും എല്ലാ മതനേതാക്കളും സംഘടനാ പ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് സ്നേഹമാണ് ലഹരി, നാടിൻ്റെ നന്മയ്ക്കായി ഒന്നിക്കാമെന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തോടു കൂടി ലഹരി വിരുദ്ധ ബഹുജന റാലിയും സെമിനാറും 2025 മാർച്ച് 22-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് നടത്തുന്നു. 22-ന് നടക്കുന്ന പരിപാടികളെപ്പറ്റി ആലോചിക്കുന്നതിനായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചപ്പാത്ത് സെന്റ് ആന്റണീസ് കാത്തലിക് പള്ളിയിൽ ആലോചനാ യോഗം ചേർന്നു. പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ മത നേതാക്കന്മാരും പോലീസ് എക്സൈസ് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.